ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ പിക്സൽ 4യുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. പിക്സൽ 4 എന്ന് പറയുന്നത് പിക്സൽ 3യുടെ സക്സസറാണ്. പിക്സൽ 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ക്യാമറയായിരുന്നു പിക്സൽ 3യിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പിക്സൽ 3 നല്ലൊരു വിജയമായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ഫോണാണ് പിക്സൽ 4. സോ ഇന്നത്തെ വീഡിയോ പിക്സൽ 4യുടെ വിശേഷങ്ങളാണ്. ഈ ഒരു ഡിവൈസിലും പിക്സൽ 3യിൽ കണ്ടതുപോലെ തന്നെ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറയാണ് ഗൂഗിൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 5.88 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ട്രൂ ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയുടെ അതായത് ഒരു ഡിസൈനാണ്. കഴിഞ്ഞ പിക്സൽ ഫോൺസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മോശം ഡിസൈൻ ആയിരുന്നു. എന്നാൽ ഈ ഒരു ഡിവൈസിൽ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 60 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിവൈസിൽ ഇല്ലാത്തൊരു പോരായ്മയും കൂടിയാണ്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബിൽഡായതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യും. പ്ലാസ്റ്റിക് ബാക്കാണ്. അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഒരു സിംഗിൾ ഓപ്ഷൻ മാത്രമേ കളറിൽ വരുന്നുള്ളൂ. പിന്നെ ക്യാമറയുടെ കാര്യം, ഒരു സിംഗിൾ ക്യാമറ തന്നെയാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ മോഡ്യൂളിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ക്യാമറയോടൊപ്പം ഒരു ഫ്ലാഷും ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. 6 GB ഒരു സിംഗിൾ റാം വേരിയൻറ്റും അതുപോലെ തന്നെ 128 GB ഒരു സിംഗിൾ റോം ഓപ്ഷനുമാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് SD കാർഡ് ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാനും സാധിക്കില്ല. ഇതൊരു പോരായ്മയായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നാലും 128 GB ഏകദേശം എല്ലാ ആളുകൾക്കും മതിയായിരിക്കും. അതുപോലെ തന്നെ 6 GB റാമും അത്യാവശ്യം മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാനും ഈ ഒരു 6 GB റാമും നിങ്ങൾക്ക് മതിയായിരിക്കും. സ്നാപ്ഡ്രാഗൺ 730G ആണ് ഈ ഒരു ഡിവൈസിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം മിഡ് റേഞ്ച് പ്രൊസസ്സറാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊസസ്സർ ചെറിയ പോരായ്മയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിങ്ങും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഒക്കെ ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 3140 mAh ആണ്. 3140 mAh എന്ന് കേൾക്കുമ്പോൾ കുറവാണെന്ന് തോന്നുമെങ്കിലും ഈ ഒരു ഡിവൈസിൻ്റെ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മികച്ചൊരു ബാറ്ററി ലൈഫ് തന്നെ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരു ക്യാമറ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ പിക്സൽ 4യുടെ ക്യാമറ അത്രയ്ക്ക് മികച്ചതാണ്. ഒരു സിംഗിൾ ക്യാമറയാണെന്ന് വിചാരിച്ചത് മോശമാണെന്ന് കരുതരുത്. ഈ ഒരു സിംഗിൾ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് വേണമെങ്കിൽ ഒരു $1000 അല്ലെങ്കിൽ $1400 X20 അൾട്രയുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫോട്ടോസാണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു അൾട്രാവൈഡ് ക്യാമറയുടെ മിസ്സിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്യാമറ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2x സൂമൊക്കെ ക്യാമറയുടെ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്രോ ക്യാമറയും അതേപോലെ തന്നെയാണ്. എന്നാൽ ഒരു അൾട്രാവൈഡ് ക്യാമറ നിങ്ങൾക്ക് അങ്ങനെ നേടാൻ സാധിക്കത്തില്ല. അതൊരു പോരായ്മയായിട്ട് കണക്കാക്കുന്നു. ഒരു സിംഗിൾ ക്യാമറ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പിക്സൽ ഫോൺസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഷോട്ട് ഈ ഒരു ഡിവൈസ് എല്ലാം എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പോർട്രേറ്റ് കൊടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എത്ര നാൾ മുമ്പത്തെ ഒരു ഫോട്ടോ ആണെങ്കിലും ഈ ഒരു ഡിവൈസ് അത് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തൊരു പോർട്രേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യാനും ഈ ഒരു ഡിവൈസിൻ്റെ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നൈറ്റ് മോഡ് തന്നെയാണ്. നൈറ്റ് മോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് മോഡ് ഈ ഒരു ഡിവൈസിൽ കിട്ടും. ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോൾ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോട്ടോയിൽ കിട്ടുന്ന അത്ര ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ ഒരു പരിധിയുണ്ട് വീഡിയോയിൽ. എന്നാലും OIS സപ്പോർട്ട് ഈ ഒരു ഡിവൈസിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജെർക്കിനെസ് ഒഴിവാക്കി നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. നല്ല സ്മൂത്തായിട്ട് നിങ്ങളിപ്പോൾ നടക്കുകയാണെങ്കിലും ഒക്കെ ഷേക്കിനെസ് മാറി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ ഈ ഒരു ഡിവൈസിൽ കൂടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $349. അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 27,000 രൂപ വരും. എന്നാലും ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് ആയിരിക്കത്തില്ല, മിക്കവാറും കൂടാനാണ് ചാൻസ്. ചില ഫോറത്തിലും അതുപോലെ തന്നെ ചില വെബ്സൈറ്റിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ 39,000 രൂപ വരെ ഇത് കൂടാമെന്നാണ്. എന്നാലും അത്രയും കൂടുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് വാങ്ങുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2 ഡിവൈസാണ് ഉള്ളത്. ഒന്ന് OnePlus നോഡും അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ 4യും. ഗൂഗിൾ പിക്സൽ 4a 39,000 രൂപയാണെങ്കിൽ 24,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയുടെ OnePlus നോഡ് നല്ല ഡിമാൻഡ് കൂടും. കാരണം എന്ന് പറഞ്ഞാൽ നല്ല പ്രൊസസ്സറാണ് OnePlus നോഡിലുള്ളത്. ഇതിനെക്കാട്ടിയും വലിയ ഡിസ്പ്ലേ ഉണ്ട്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒക്കെ ആ ഒരു ഡിവൈസിലുണ്ട്. പിന്നെ ഒരു മാക്രോ ക്യാമറ എക്സ്ട്രാ ഉണ്ട്, ടെലിഫോട്ടോ ക്യാമറയുണ്ട്, അൾട്രാവൈഡ് ക്യാമറയുണ്ട്, 48 MB മെഗാ പിക്സൽ മെയിൻ ക്യാമറയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ OnePlus നോഡിന് കുറച്ചുകൂടി മേൽക്കോയ്മയുണ്ട് ഈ ഒരു ഗൂഗിൾ പിക്സൽ 4a ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും ഇതിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ഒപ്റ്റിമൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ OnePlus നോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വേ ബെറ്ററാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഗൂഗിൾ പിക്സൽ 4a എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പിക്സൽ 4യെ കുറിച്ചൊരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത് കാണിക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഓഫ്. ബൈ.